ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവം അക്ഷരാർത്ഥത്തിൽ എങ്ങനെ അത് വിവരിക്കണമെന്നറിയാത്തൊരവസ്ഥയിലാണ്. കാരണം എങ്ങോട്ട് തിരിഞ്ഞാലും നൃത്തങ്ങളായും ഭക്തിഗാനങ്ങളായും മേളങ്ങളായും കലാകാരന്മാരുടെ പ്രകടനങ്ങളെ കൊണ്ടിട്ട് ചോറ്റാനിക്കര ഒരു പ്രത്യേക അന്തരീക്ഷത്തിലാണ്. നവരാത്രി ആഘോഷങ്ങൾ ഇത്രയേറെ ആകർഷണമായി തോന്നിയ ഒരു സമയം നമുക്ക് മുന്നിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം തോന്നാൻ. സാധാരണഗതിയിൽ 2 വേദികളിലാണ് പ്രോഗ്രാം. പക്ഷേ ഇത്തവണ തീർച്ചയായിട്ടും നമുക്ക് ഒരു 3 വേദിയിൽ ഈ പ്രോഗ്രാം ആകണമെന്നുള്ള ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്രയേറെ അപേക്ഷകരാണ് നമുക്ക് ഇത്തവണ വന്നത്. പക്ഷേ അവർക്കാർക്കും കുറേ പേർക്ക് നമുക്ക് ഒഴിവാക്കേണ്ടതായിട്ട് വന്ന സാഹചര്യമുണ്ടായി. തീർച്ചയായിട്ടും അടുത്ത നവരാത്രിക്ക് തീർച്ചയായിട്ടും ഒരു 3 വേദികളിലായി വരുന്ന എല്ലാ കലാകാരന്മാർക്കും കലാകാരിമാർക്കും അവസരം കൊടുക്കണം എന്ന് തന്നെയാണ് ചോറ്റാനിക്കര ദേവസ്ഥൻ്റെയും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയും തീരുമാനം. 2 വേദികളിലായി നടക്കുന്ന മനോഹരങ്ങളായ കലാപരിപാടികളിലേക്ക് ഒരു നിമിഷം. വേദി 2-ൽ നടക്കുന്ന നൃത്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇപ്പോൾ നട തുറന്നു, അത്താഴപൂജ നട തുറന്നു. ഒരുപാട് ഭക്തജനങ്ങൾ, സാധാരണഗതിയിലേക്കാൾ അപ്പുറം ഒരുപാട് ഭക്തജനങ്ങൾ ദർശനത്തിനായിട്ട് ഈ നവരാത്രി ദിനത്തിൽ ഭഗവതിയെ ഒരു നോക്ക് കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. നമുക്കിനി വേദി 1-ലെ കാഴ്ചകൾ കാണാം. വേദി 1-ൽ ഇപ്പോൾ തിരുവാതിര കളിയാണ്. അങ്ങനെ ഇനിയുള്ള ഈ 11 ദിനരാത്രങ്ങൾ സാധാരണ നവരാത്രിക്ക് ഉണ്ടാകുന്നതിനേക്കാളും ഒരു ദിവസം നമുക്ക് മുന്നേ കിട്ടി. 10-11 ദിനരാത്രങ്ങൾ കലയുടെ വർണ്ണവസന്തമാണ് ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ അരങ്ങേറാൻ പോകുന്നത്. തീർച്ചയായിട്ടും അമ്മയുടെ അനുഗ്രഹം എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ചോറ്റാനിക്കരമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അമ്മേ നാരായണ.